സാരംഗ്. രഞ്ജിത്ത്, വൈകാതെ ചിലപ്പോ നമുക്ക് പിരിയേണ്ടി വരും. ഒന്നുകിൽ ഒരു റിസൈൻ ലെറ്റർ രഞ്ജിത്ത് എന്റെ മേശപ്പുറത്ത് വയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു നോട്ടീസ് പോലും ഇല്ലാതെ തന്നെ എനിക്ക് പറഞ്ഞു വിടേണ്ടി വരും. കാരണം എന്താ? ഇതിനു മുമ്പിരുന്ന അശോകനെ പോലെ എന്റെ ഭാഗത്ത് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എങ്കിൽ എന്താണെന്ന് പറയൂ. ഈ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, എന്നെ പേഴ്സണലി ബാധിക്കുന്ന കാര്യങ്ങളാണ്. മായയോട് വീണ്ടും അനാമിക മോശമായിട്ട് പെരുമാറി. എന്നെ സംബന്ധിച്ച് എന്റെ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മായ. അനാമികയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എനിക്ക് അവരുടെ സൗഹൃദം വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ. സാരംഗ്, എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ അനാമികയോട് പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ഇനിയും ഫോഴ്സ് ചെയ്താൽ ഒരുപക്ഷെ ഞങ്ങൾ തമ്മിൽ... അതൊന്നും വേണ്ട. നിങ്ങൾ തമ്മിലുള്ള ജീവിതത്തിന് ഒന്നും സംഭവിക്കരുത്. രഞ്ജിത്തിന് അനാമികയുടെ പ്രവൃത്തികളിൽ ന്യായീകരിക്കാം, അനാമികയ്ക്ക് വേണ്ടി വാദിക്കാം. അതിന്റെ ബാക്കിയാണ് ഞാൻ പറഞ്ഞത്. രഞ്ജിത്തെ, ഞാൻ തന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്കൊരാൾ സമ്പൂർണമായി എതിരാളിയാണെന്ന് ഞാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ ഈ സാധാരണ സംസാരത്തിൽ പറയില്ലേ, അയാളുടെ പുക കണ്ടേ അടങ്ങുന്നു. അങ്ങനെ ഒരു വാശി എനിക്കുണ്ട്. അതിപ്പോ എന്നെ ജനിപ്പിച്ച എന്റെ അച്ഛനായ പോലും ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല. തോൽപ്പിച്ച് മുട്ട് മടക്കിയിരിക്കും. സോ രഞ്ജിത്ത്, ആയയുടെ കാര്യത്തിൽ ഇതിന്റെ ലാസ്റ്റ് വാണിംഗ് ആണ്. അനാമിക ഇനി ആ സ്ത്രീയെ കാണാൻ പാടില്ല. അവരോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാനും പാടില്ല. ഇതിങ്ങനെ നടപ്പിലാക്കാൻ രഞ്ജിത്തിന് പറ്റില്ലെങ്കിൽ ഞാൻ മാർഗങ്ങൾ വേറെ നോക്കും. അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല. ശത്രുക്കളായി പോകും രഞ്ജിത്ത്. നിങ്ങൾ രണ്ടുപേരും സാരംഗിന്റെ ശത്രു ലിസ്റ്റിൽ വേണ്ട, പിടിച്ചു നിൽക്കില്ല. സാരംഗ്, നമ്മൾ തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ സംസാരം ഇങ്ങനെ കടന്നുപോയാൽ ഒരു വെല്ലുവിളിയുടെ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അത് വേണോ? രഞ്ജിത്തിന് അതാണ് താല്പര്യമെങ്കിൽ ബാക്കി രഞ്ജിത്ത് ചെയ്യേ. നീ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ആലോചിക്കടാ. ഫാദറിന്റെ നാട്ടിലെ ആ കുട്ടിയില്ലേ, ആ കാര്യം വയ്യാത്തത്, അവക്കൊരു വീൽ ചെയറിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നില്ലേ? അത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇവിടെയുള്ള ആ സന്നദ്ധ സംഘടന ഇല്ലേ, അവരത് റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, നീ സ്നേഹയുടെ കാര്യം വിടും. ഇതിന്റെയൊക്കെ മുന്നിൽ മനസാക്ഷി മരവിച്ചിരിക്കുന്ന ആ രംഗനാഥിന്റെ കാര്യം ഒന്ന് ഓർക്കടാ. മേടയുടെ പണി എന്തായി ഫാദർ? ഈ അടുത്തെങ്ങനെ തീരാൻ വല്ല സാധ്യതയുണ്ടാ? കുറെ ദിവസം ആയല്ലോ തുടങ്ങിയിട്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല നീ ഉത്തരം പറയുന്നത്. ഫാദർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതല്ല. ഇനി എന്തെങ്കിലും പറഞ്ഞ ഫാദറിന്റെ മുമ്പിൽ ഞാൻ കൂടുതൽ നിഷേധിയാവും. എടാ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് പുറത്തു പോകാം. കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ട് നടന്നു എവിടെയെങ്കിലും ഇരുന്നൊക്കെ ഒന്ന് സംസാരിക്കടാ. എന്തിനാ ഫാദർ? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഈ വീട്ടിൽ ഫാൻ്റെ താഴെ ഇരുന്നാലും പുറത്ത് കാറ്റുള്ള മരത്തിന്റെ താഴെ ഇരുന്നാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. മാറ്റം വരേണ്ടത് സ്നേഹിക്കാം. അയാൾ അയാളുടെ സ്റ്റാൻഡിൽ നിന്ന് മാറിയേ പറ്റൂ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആശ്രയിക്കാനുള്ള ഒരാളായി, എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായിട്ട് മൈഥിലി മാം എനിക്ക് എപ്പോഴും വേണം. അത് സ്നേഹമുള്ളവരെ കൊണ്ടേ പറ്റൂ. ഫാദറിന് മൈഥിലി മാമിനെ കുറിച്ച് അറിയാലോ. അവരുടെ ജീവിതത്തിൽ സ്വന്തം മകളും ഭർത്താവും അവരെ സംശയിക്കുന്നു. എന്നിട്ട് അവരെൻ്റെ കൂടെ നിൽക്കുന്നില്ലേ? എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ലേ? എൻ്റെ വിവാഹകാര്യത്തിൻ്റെ മുന്നിൽ തന്നെ അവർ നിന്നില്ലേ? അതെന്തുകൊണ്ടാ ഫാദർ? അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ. മറ്റാരെയും ബോധിപ്പിച്ചില്ലെങ്കിലും സ്വന്തം മനസാക്ഷിയെ ബോധിപ്പിക്കണം എന്നുള്ളൊരു വിശ്വാസം അതെനിക്കും ഉണ്ടാവില്ലേ? അരുണേ, ഞാനെന്താ പറയുന്നതെന്ന് വെച്ചാ ഫാദർ ഒന്നും പറയണ്ട. ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് മൈഥിലി മാമും ഞാനും ഒരു വാക്കും മിണ്ടാത്ത വിധം അകന്നു കരുതുക. അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ ഫാദർ എന്തു പറയും? ചുറ്റുമുള്ളവരെന്തു പറയും? അവർ തമ്മിൽ തെറ്റായ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നും എല്ലാവരും ചേർന്ന് അവരെ വേർപിരിച്ചു. അതല്ലേ ഉത്തരം. അതിലും വലിയൊരു നാണക്കേട് വരുന്നതിലും നല്ലത് എവിടെയെങ്കിലും കെട്ടി തൂങ്ങി ചാവുന്നതാണ്. ഒന്നും മിണ്ടാതിരിക്കണം. ഇനി ഇങ്ങനെ ഒരു പരിഹാരം കൂടി പറഞ്ഞിട്ട് വേണം ബാക്കിയുള്ള തലക്ക് പ്രാന്തെടുപ്പിക്കാൻ. ഞാൻ ചാവാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. മനസ്സിലായി? നീ ചാവാനല്ല, എന്നെ കൊല്ലാൻ.
എടാ, ഞാൻ ഒരിക്കൽ കൂടി സ്നേഹയുടെയും രംഗനാഥന്റെ അടുത്ത് പോകാം. അവരുടെ ഒരിക്കൽ കൂടി ഞാൻ സംസാരിച്ചു നോക്കാം. ഫാദർ വെറുതെ നാണം കിടണ്ട. എടാ, എങ്കിൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിനക്ക് ത്രാണി ഉണ്ടാകണം. എടാ, ഞാൻ അല്പം നാണം കെട്ടാൽ എന്താടാ? നിനക്ക് വേണ്ടിയല്ലേ? ഐ എം റിയലി സോറി ഫാദർ. ഫാദറിന് എന്നെ മനസ്സിലാവുന്ന ഞാൻ കരുതിയത്. എനിക്ക് ഒരുപാട് ആർഭാടങ്ങളും സമ്പത്തുകളും ഒന്നും വേണ്ട ഫാദർ. സ്വസ്ഥതയുള്ളൊരു ജീവിതവും അന്തസ്സും മതി. സത്യത്തിനോട് ചിലർക്കെങ്കിലും ഒരു കൂറുണ്ടാവില്ലേ? ഞാൻ വളർന്നത് ഒരു പുരോഹിതന്റെ കൂടെയല്ലേ? ഒട്ടിച്ചേർന്ന് നടന്നത് ഒരു ലോഹയുടെ ഒപ്പമല്ലേ? കണ്ടതും കേട്ടതും എല്ലാം വചനങ്ങളല്ലേ? മനസാക്ഷിയെ പണയപ്പെടുത്താൻ പറ്റില്ല ഫാദർ. കാരണം ഞാൻ ഫാദറിന്റെ മോനാണ്. അരുണുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിക്കുവാൻ മൈഥിലിയോട് സകലരും പറഞ്ഞു. അവള് കേട്ടില്ല. മൈഥിലിയായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന് അരുണിനോട് സ്നേഹ പറഞ്ഞു. അവനും കേട്ടില്ല. അതിനെന്താ, അവര് ചേച്ചിയും അനിയനും അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പിരിയില്ലാന്ന് അവര് തീരുമാനിച്ചു. അതെ ലക്ഷ്മി, ഞാൻ ആ ബന്ധത്തിന്റെ പവറിനെ കുറിച്ചാ പറയുന്നത്. അരുണും മൈഥിലിയും അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നോട്ടെ. സത്യത്തിൽ എനിക്ക് അതാ താല്പര്യം. ഒരു ഉപകാരവും കാണാതെ നിങ്ങൾക്കൊരു താല്പര്യവും തോന്നില്ലല്ലോ. ലക്ഷ്മി, മുറിവേറ്റ സാരംഗ് ഒരു വശത്ത്, മനസ്സ് ചത്ത സ്നേഹം മറുവശത്ത്. രണ്ടുപേരെ അവര് വെറുതെ വിടുവോ? ദ്രോഹിക്കും. ചെയ്യാവുന്നതൊക്കെ ചെയ്യും. സ്വൈരം കെടുത്തും. അഭിമാനത്തിന്റെ ഒരംശമില്ലാതെ ചോർത്തിയെടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഒന്നുകിൽ അപവാദമേൽക്കുന്നവർ സ്വയം ഒടുങ്ങും, അല്ലെങ്കിലോ അവർ യുദ്ധത്തിനിറങ്ങും. ഏതായാലും നല്ലതാ. കാരണം എന്താ? തമ്മി തല്ലട്ടെ ലക്ഷ്മി, ചോര പൊടിയട്ടെ. ഒന്നോ രണ്ടോ തലകൾ വീഴണമെങ്കിൽ അങ്ങ് വീഴട്ടെ. ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ? പിശാച് ബാധിച്ചു കഴിയുമ്പോ വന്ന് എന്റെ മുന്നിലിരിക്കും, ഓരോന്ന് വിളിച്ചു പറയാൻ. ലക്ഷ്മി, പാട ഉഴുത് വിത്തിട്ടിട്ട് അതിൽ മുള പൊട്ടി വരുമ്പോ ചെറിയ ഊന്ന് കൊടുത്ത് അല്പം കൂടി വളരുമ്പോ അതിന് വളമിട്ട് പ്രാണിയും പുഴുവും ഒന്നും ആക്രമിക്കാതെ അതിനെ സംരക്ഷിച്ച് വെള്ളം ഒഴിച്ച് കാവലിരുന്ന് അവസാനം അതിലൊരു പൂവുണ്ടായി അത് കായായി മാറുമ്പോ നട്ട് നനച്ചവൻ അത് നോക്കി ഒരു ഇരിപ്പുണ്ട്. ആ ചെടിയിൽ ഒരു കായ ഉള്ളെങ്കിലും അവന്റെ മനസ്സിൽ 1000 എണ്ണം വിരിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു സംതൃപ്തിയിലാ കുട്ടിച്ചൻ ഇപ്പൊ ഇരിക്കുന്നത്. എല്ലാം നട്ടു നനച്ച് വെള്ളമൊഴിച്ച് വളമിട്ടു ലക്ഷ്മി. ഇനി ലാഭം എടുക്കേണ്ട സമയത്ത് കുട്ടിച്ചൻ ആ പാടത്തേക്കൊന്ന് ഇറങ്ങിയാൽ മാത്രം മതി. ഇതൊക്കെ പറഞ്ഞു കേൾപ്പിച്ച് നിന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ വേറെ ആരും ഇല്ലല്ലോ ലക്ഷ്മി. അതുകൊണ്ട് എന്റെ സന്തോഷം കണ്ട് നീ ഇവിടെ അങ്ങ് കിടക്ക് കേട്ടോ. അനാമിക, ഒന്ന് വന്നേ. എന്താ, ബ്ലാക്ക് ടീ വേണോ? താൻ ഇവിടെ വന്ന് നിരുന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ? ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ശമ്പളം വാങ്ങിക്കുമ്പോൾ തനിക്കും ആ കമ്പനിയോടും അവിടുത്തെ ആളുകളോടും ഒരു റെസ്പെക്ട് ഉണ്ടാവേണ്ടല്ലേ? രഞ്ജിത്ത് വർക്ക് ചെയ്യുന്നത് സാരംഗിന്റെ കമ്പനിയിലല്ലേ? സാരംഗിനെ ആ അർത്ഥത്തിൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ. സാരംഗിന്റെ കാര്യമല്ല, മായ മഹേശ്വരി സാരംഗിന്റെ പാർട്ണറാണെന്ന് തനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നല്ലേ? പിന്നെ എന്തിനാ താൻ അവരുമായിട്ട് നിരന്തരം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതിന് കാരണം ഉള്ളതുകൊണ്ട്. സാരംഗിന് തന്റെ പ്രവൃത്തികൾ തീരെ പിടിക്കുന്നില്ല. താൻ മായയെ കാണുന്നതോ ചോദ്യം ചെയ്യുന്നതോ അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇനി താൻ ആ സ്ത്രീയോട് മോശമായിട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ അത് എന്നെ കൂടി ബാധിക്കും.
പോയി പോയി സാരം കൊട്ടും നട്ടലില്ലാത്തവനായി മാറിയോ? മാനേജറുടെ ഭാര്യയെ നിയന്ത്രിക്കാൻ ഇത്തരം റിക്വസ്റ്റുമായി വന്നാൽ അതൊരു ഭീഷണിയായി കാണാനേ എനിക്ക് പറ്റൂ. ഇതെന്റെ റിക്വസ്റ്റ്. അവരിപ്പോ എന്റെ കമ്പനി ഉടമയാ. അതുകൊണ്ട് രഞ്ജിത്തിനോട് അവര് എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒറ്റ കാര്യം പറഞ്ഞു: എന്റെ ഭാര്യ അല്പം ആത്മാഭിമാനം ഉള്ളവളാണ്. അവൾക്കൊരു കാര്യം ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ അവൾ അതിൽ ഉറച്ചു നിൽക്കും. അതുകൊണ്ട് അവൾ മൈഥിലിയുടെ കൂടെ തന്നെ നിൽക്കുമെന്ന്. ഇതിനേക്കാൾ സിമ്പിളായി സാരംഗിന് ഒരു കാര്യം ചെയ്യാലോ. മൈഥിലിയെ കാണാതിരിക്കാൻ അവരോട് പറഞ്ഞാ പോരെ? യാമിയെ വഴിതെറ്റിക്കാതിരിക്കാൻ അവരെ ഉപദേശിച്ചാ പോരെ? അവര് തമ്മിലുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. താൻ ഇനി ശ്രദ്ധിച്ചേ പറ്റൂ. എന്റെ കൺമുന്നിൽ മൈഥിലിയെ അപമാനിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ മായാമഹേശ്വരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഞാൻ പ്രതികരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം രഞ്ജിത്ത്, അവര് ശരിയല്ല. ഓരോ നിമിഷം കഴിയുന്തോറും എന്റെ ഉള്ളിൽ ആ വിശ്വാസം ബലപ്പെട്ട് വരികയാ. ഈ കൂട്ടുകെട്ട് സാരംഗിന്റെ നാശത്തിലേക്കാണ് ചെന്ന് അവസാനിക്കുക. മതി മതി. ആരെയും കുറിച്ച് താൻ പ്രത്യേകിച്ച് ഒരു കണക്കൂട്ടലും നടത്തണ്ട. പറ്റുമെങ്കിൽ സാരംഗിനെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യാതെ നോക്കണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. സാരംഗ് പ്രൊവോക്ഡ് ആയിക്കോട്ടെ. ആരെങ്കിലുമൊക്കെ വേണ്ടേ അയാളോട് നേർക്ക് നേർ നിന്ന് പറയാൻ? അല്ലെങ്കിൽ അയാൾ വല്ല മഹാരാജാവാണെന്നോ ചക്രവർത്തിയാണെന്നോ മറ്റൊക്കെ ധരിക്കും. മൈഥിലി തോൽപ്പിച്ചതുകൊണ്ട് എന്തായാലും അതൊന്നും ആവാൻ പറ്റില്ലല്ലോ. അച്ഛനെന്താ ലൈറ്റ് ഇടാത്തെ? രാത്രിയായോ? ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞില്ലേ? അച്ഛനിത് എന്താ ആലോചിച്ചോണ്ടിരിക്കുക? അച്ഛന് ഭക്ഷണം കഴിക്കണ്ടേ? എനിക്കൊന്നും വേണ്ട. നിനക്കെന്താ വേണ്ടേ? ഞാൻ ഓർഡർ ചെയ്യാം. അതെന്താ അച്ഛന് വേണ്ടാത്തത്? വിശപ്പില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്താ അച്ഛാ ഇത്? എന്നോടുള്ള പ്രതിഷേധമാണോ? പ്രതിഷേധം എന്നോട് തന്നെയാണ്. എനിക്ക് എവിടേക്കോ പിഴച്ചു. ഞാൻ എൻ്റെ ജീവിതം നേരായ രീതിയിലല്ല കൊണ്ടുപോയെന്നൊരു തോന്നൽ. ആളുകൾക്ക് അനുകരിക്കാനോ പഠിക്കാനോ ഉള്ള വലിയ കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. എന്നെ പോലെയുള്ള അച്ഛന്മാർക്ക് ആകെയുള്ള ആശ്വാസം നല്ല രീതിയിൽ ഒരു കുടുംബം നടത്തിക്കൊണ്ടുപോയി എന്നുള്ളതായിരിക്കും. ഇവിടെ ഇപ്പൊ അതുമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛന്റെ ഈ മാനസികാവസ്ഥ മാറാൻ? അത് നീ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് നീ ഒരാൾ കാണിക്കുന്ന വാശിയുടെ പേരിൽ വിഷമിച്ചുകൊണ്ടിരിക്കുക. അപ്പോ അരുൺ കാണിക്കുന്ന വാശിയോ? ആ വാശി ഉപേക്ഷിക്കാൻ അരുൺ തയ്യാറായാല് ആ പ്രശ്നം അവിടെ തീർന്നില്ലേ? നിബന്ധനകൾ പറയാൻ എളുപ്പമാണ്. എന്നെ ഉപേക്ഷിച്ചാൽ മാത്രമേ അരുൺ നിന്നെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞാൽ നീ തയ്യാറാവുമോ? അതെന്തിനാ? അതേ ചോദ്യം തന്നെയാണ് അരുണിന്റെ മനസ്സിലും. അയാൾ ഏറ്റവും വേണ്ടപ്പെട്ടതായി കരുതുന്ന ഒരാളെ ഉപേക്ഷിക്കണമെന്ന് നീ പറയുന്നു. പക്ഷെ അച്ഛാ, ആ ബന്ധത്തിന്റെ തെറ്റു ശരി എന്നോട് പറയാൻ നിൽക്കണ്ട. എനിക്കതൊന്നും മനസ്സിലാവില്ല. അന്തസ്സുള്ള മനുഷ്യരെയും അവരുടെ ബന്ധങ്ങളെയും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരാണും പെണ്ണും തമ്മിൽ വഴക്കിട്ടാല് അതിൽ ആർക്ക് വേണമെങ്കിലും ഒതുങ്ങാം, ആർക്ക് വേണമെങ്കിലും കാല് പിടിക്കാം. പക്ഷേ ഈ കാര്യത്തിൽ ഒതുങ്ങേണ്ടത് നീ തന്നെയാണ്. അക്കാര്യം അച്ഛൻ ഇനി എന്നോട് പറയണ്ട. ആ കാര്യമല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനുമില്ല. ഞാൻ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. വരുമ്പോ വാങ്ങിച്ച് കഴിച്ചേക്കണം. പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലല്ല നീ ഇപ്പോ. ഞാൻ കുറച്ചുനേരം മുറിയിൽ പോയി കിടക്കാൻ പോവുക. മക്കൾ അവരുടെ വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് മൗനമാ നല്ലത്. മിണ്ടാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ വാശി ജയിച്ച സന്തോഷം നിനക്ക് കിട്ടും. തകർന്നു പോയതിന്റെ സങ്കടം എനിക്കും അനുഭവിച്ചു തീർക്കാം. എത്ര നേരമായി അപ്പുറത്തെ കുട്ടി കിടന്ന് കരയാൻ തുടങ്ങിയിട്ട്? എന്താ കാര്യമെന്ന് ഫാദർ ചോദിച്ചില്ലേ? ഇല്ല. ഇനി വല്ല സുഖമില്ലാഞ്ഞിട്ടാണെങ്കിലോ? ആ അതിനെന്തെങ്കിലും സഹായം വേണമെങ്കിലോ? ഒരു കുഞ്ഞിന്റെ കാര്യമല്ലേ?
ആ കുഞ്ഞിന്റെ കാര്യം എന്റെ അച്ഛനും അമ്മയും നോക്കിക്കോളൂ. എന്തീ പറയണത്? അരമണിക്കൂർ അയാൾ കൊച്ചു നിർത്താണ്ട് കരയുന്നത്. കുഞ്ഞുങ്ങൾ അങ്ങനെയാടാ. ചിലപ്പോ വല്ല വാശിയായിരിക്കും, അല്ലെങ്കിൽ വല്ല വയറുവേദനയോ ചെവി വേദനയോ ഒക്കെ ആയിരിക്കും. എവിടെ എന്ത് വിഷയം ഉണ്ടായാലും ഓടിച്ചെല്ലുന്ന ആളാണല്ലോ ഫാദർ. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. നിക്കടാ, ആ? നീ എന്നേക്കാൾ കനിവുള്ളവനും തെളിയിക്കാൻ വേണ്ടി പോവാണ്. നീ എന്താടാ നോക്കുന്നത്? ഒരു കുഞ്ഞിന്റെ കരച്ചിലേട്ടായിട്ട് ഇങ്ങനെ വന്ന് കുത്തിയിരിക്കാൻ എനിക്ക് പറ്റില്ല ഫാദർ. ഓഹോ, അത് വലിയ കാര്യമാണല്ലോ. സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ നേരാമണ്ണം ചിന്തിക്കാത്ത നീ വേറൊരു കുഞ്ഞിന്റെ കാര്യത്തിൽ തിടുക്കം കാണിച്ചാ അത് മഹത്വമാണെന്ന് നീ കരുതുന്നുണ്ടോ? നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. അതിന്റെ അച്ഛനെന്ന് വിളിക്കാവുന്ന നീ അതിന്റെ വിശേഷം അന്വേഷിച്ചോ? അതിന്റെ അമ്മയെ വിളിച്ചോ? അതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ഈടാ, അതന്വേഷിക്കാതെ നീ ഇപ്പൊ ഇതന്വേഷിക്കാൻ പോകുന്നത് എന്തിന്റെ യോഗ്യതയുടെ പേരിലാണെന്ന് സ്വയം ഒന്ന് അന്വേഷിച്ചു നോക്കടാ. ഞാൻ ചോദിക്കണമില്ല, അന്വേഷിക്കണമില്ല. പ്രശ്നം തീർന്നല്ലോ. അതെ, എന്നോട് ഇങ്ങനെ വഴക്കിട്ടിരിക്കാൻ തന്നെയാണോ തീരുമാനം? എനിക്കെന്ത് വഴക്ക്? 10 മിനിറ്റ് മുമ്പ് രംഗനാഥൻ വിളിച്ചിരുന്നു. ഒരു സ്വസ്ഥത ഇല്ലാത്തോണ്ട് വിളിക്കുന്നതാ പാവം. ഓ, അയാളുടെ സംസാരം കരച്ചിൽ പോലെ എനിക്ക് തോന്നിയത്. അത് സ്വന്തം മോൾക്ക് മനസ്സിലായിരുന്നെങ്കിലേ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ഈ മക്കള് നമ്മളെ അനുസരിക്കണം എന്നുള്ളത് അച്ഛനമ്മമാരുടെ ഒരു വ്യാമോഹമല്ലടാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ ചെയ്യൂ. നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ വാശി. ഫാദർ എന്താ ഇപ്പൊ പറയുന്നത്? ഞാൻ ചെന്ന് കീഴടങ്ങി കൊടുക്കണോ? അയ്യോ, പാടില്ല. നടക്കുന്നത് ലോകമഹായുദ്ധമല്ലേ. അപ്പൊ പിന്നെ തോറ്റു കൊടുത്ത 1ാം സ്ഥാനം പോയാലോ? മറ്റാരേക്കാളും മുമ്പ് അനാഥത്വത്തിന്റെ സങ്കടം പറയുന്ന ആളാ നീ. എന്റെ മടിയിൽ ആകാശം കണ്ട് കിടക്കുമ്പോ പലപ്പോഴും നീ പറഞ്ഞിട്ടുണ്ടോ, ലോകത്തൊരു കുഞ്ഞും അച്ഛനും അമ്മയും ഇല്ലാതെ ജനിക്കാതിരിക്കട്ടെ എന്ന്. ആ നീ തന്നെ ഇങ്ങനെ ഒരു ജന്മത്തിന് കാരണമാവുന്നത് ചിലപ്പോ വിധിയുടെ ഒരു കളിയായിരിക്കും. അയ്യോ, ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ അല്ലേ?